അതോ നീ എവിടെയുള്ള എന്തൊന്നിനോ എടാ എനിക്ക് രാവിലെ ക്ലാസ് ഇല്ലെങ്കിലും കുറച്ചൊന്നും കഴിച്ചാൽ ഒന്നും പറ്റൂല. അത് ടേസ്റ്റ് ചെയ്തോ, കംപ്ലീറ്റ്ലി ന്യൂട്രീഷ്യസ്. എന്താണ് ഈ വീഡിയോ? ഇതിൽ ആരും കാണുന്നില്ല, പോസ്റ്റ് ചെയ്യുന്നില്ല വീഡിയോ. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ലൈവ് കഴിക്കാൻ റിയാക്ഷൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കിയ സാധനം പോയിസൺ ആണെന്ന് വിചാരം. ഫുഡ് പോയിസൺ. ഗൈസ്, ഇത്രയാണ് നമ്മൾ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത്. കുറച്ചും കൂടി കഴിച്ചത് എന്താണ് തൽക്കാലത്തേക്ക് മതി, ബട്ട് നന്നായിട്ടുണ്ട്. ഒരു ശരിക്കും എന്താണ് അതിലുള്ളത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് അദ്ദേഹം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കുറച്ച് മിക്സ് ആയിട്ട് കഴിക്കണം, പലതരം ടേസ്റ്റ് ഒന്നിച്ച് വരും. ഇതില് ടൊമാറ്റോ ഉണ്ട്, ഓണിയൻസ് ഉണ്ട്, എഗ് ഉണ്ട്, പിന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ബനാന ഉണ്ട്, പിന്നെ മിൽക്ക് ആഡ് ഉണ്ട്. കുറച്ച് മിൽക്കിഷ് ആണ് സംഭവം. പിന്നെ കുറച്ച് ഫുട്ബോളിന്റെ തരികളും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ? ഫ്യൂഷൻ ഓഫ് ടേസ്റ്റ് മൂത്ത് സംഭവിക്കുന്നു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആക്ച്വലി ദിസ് ഇസ് നോട്ട് മൈ ടൈപ്പ് ഓഫ് ഫുഡ് കോമ്പിനേഷൻ. പക്ഷെ എനിക്ക് ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടാൻ ചാൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇറ്റ്സ് എ ഡീസന്റ് ആർട്ട് വർക്ക് എന്ന് തന്നെ പറയാൻ. പക്ക ക്രിയേറ്റിവിറ്റി ആണ്. നമുക്ക് ശരിക്കും ഇതിനൊരു അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ ഇതിനെ എൻകറേജ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ടേസ്റ്റ് ഉണ്ട്, അദ്ദേഹം ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോ മികച്ച ഒരു മേക്കിങ്ങും പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഫിനിഷിംഗ് വന്ന് ഒരു എന്താ മാന്യമായിട്ടുള്ള ഫിനിഷിംഗ് തന്നെയാണ് അദ്ദേഹം ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. വേ ഓഫ് മേക്കിങ്ങും കുറച്ച് നന്നായിട്ട്. ഇന്നലെ നമ്മൾ ഇവിടെ വന്ന സമയത്ത് കുറച്ച് അൺയൂഷ്വലായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാം കറക്റ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് എല്ലാം അപ്പൊ അല്ല, എന്തായാലും ഫ്യൂച്ചർ എൻഡേഴ്സിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നാളെ ഇനി നമുക്ക് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നാളെ അദ്ദേഹം എനിക്ക് തോന്നുന്നു മുട്ടത്തോടും ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ ബൂസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ട്, അല്ലെ? അതിലെനിക്ക് ബനാന അല്ല, ബനാന പീലാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് എന്താണ്, അതാണ് ഇവൻ നേരത്തെ പറഞ്ഞ ഇവന്റെ ടൈപ്പ് ഓഫ് ഡിഷ്. അതിൽ കുറച്ച് എനിക്ക് എന്റെ ടൈപ്പ് അല്ല കേട്ടോ. അത് കുറച്ച് അയൺ കണ്ടന്റിന് വേണ്ടിട്ട് അദ്ദേഹം കുറച്ച് പഴയ പൂട്ടും താക്കോലും സൂപ്പ് ഉണ്ടാക്കിയിട്ട് ലോക്ക് ആൻഡ് കീ സൂപ്പ് അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ എസൻസും കൂടെ ആഡ് ചെയ്യും. അപ്പോ ഇതാണ്. പിന്നെ അദ്ദേഹത്തിന് നെറ്റും ചാർജൊക്കെ അധികം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ലൈവൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്കിങ്ങനെ നമ്മുടെ അഭിപ്രായങ്ങൾ അറിയിച്ചു പോകാനുള്ള ഒരു സമയമുള്ളതുകൊണ്ട് വളരെയധികം സന്തോഷം. വിളിച്ചതിനും അതുപോലെ തന്നെ ഈ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനും വളരെയധികം സന്തോഷം. എന്റെ നാവിന് രുചിയാവാൻ കാരണമായതിനും വളരെയധികം സന്തോഷം. ഇനി ഒരിക്കലും ഇത് ചെയ്യരുതെന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം നമ്മൾ ഈ ലോകത്തെ ഒരു ചെറിയ തരിയോളം ഒന്നൊരു മനുഷ്യജീവി മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നിടത്തോളം അദ്ദേഹം ചെയ്യട്ടെ. നമ്മളൊരു സാമൂഹ്യ ജീവി, ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്നിടത്തോളം നമ്മൾ അതിനെ സഹായിച്ചു, പ്രോത്സാഹിപ്പിച്ചു. ഏതറ്റം വരെ അദ്ദേഹത്തിന് പോകാൻ സാധിക്കുന്നുവോ, ആഗ്രഹമുണ്ടോ, അതിന് കൂടെ നിൽക്കാൻ തന്നെയാണ് നമ്മുടെ കമ്മിറ്റി അല്ല, നമ്മുടെ സുഹൃത്തുക്കൾ എന്ന രീതിയിൽ, ഒരു നല്ല സുഹൃത്ത് എന്ന രീതിയിൽ എന്റെയും തീരുമാനം. വളരെ നല്ല ഈ ഒരു ഡിഷ് സമ്മാനിച്ചതിന് അദ്ദേഹത്തിന് വീണ്ടും 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 നന്ദി അറിയിച്ചുകൊണ്ട് സെപ്പറേറ്റ്
ഇത് കഴിഞ്ഞോ? ഇത് കഴിഞ്ഞില്ലേ? ഇല്ല. സ്റ്റോറിയില് അറിയാണ്ട് മുറി തുറന്നപ്പോ ഞാൻ 4-5 കേക്ക് ബാക്കിയുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഓരോരുത്തർക്ക് കൊടുക്കാത്ത ഓരോരുത്തർക്കായിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. മാധവനൊന്നും കൊടുത്തില്ല. ആള് ടേസ്റ്റ് ചെയ്ത് കേക്ക് മാധവൻ നല്ലതാന്ന് പറഞ്ഞു. ആള് കുക്ക് ചെയ്യുന്നതിന്റെ അടുത്ത് ചൂട് പാത്രത്തിൽ കൈ ബൈ ഗൈസ്. എങ്ങനെ എന്റെ സന്തോഷം മറ്റുള്ള കഴിച്ച് സമാധാനത്തോടെ ഗൈസ് ഇവന് പ്രാന്ത